ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത നമ്മയൊക്കെ ഞെട്ടിക്കുന്ന മരംകൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്നത്തെ ദിവസത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കരിങ്കലത്താണി അങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അമൂല്യരായ നമ്മുടെ നേതാക്കന്മാരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട UDF-ന്റെ നേതാക്കന്മാരും തായക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വളരെ വിശദമായി ഇതിന്റെ നാൾവഴികളൊക്കെ സൂചിപ്പിച്ചു. ഇനിയും കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. കള്ളനെ അവസാനം പിടികൂടുന്നതുവരെ ഐക്യജനാധിപത്യ മുന്നണി ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ മാത്രമല്ല, കള്ളനെ പിടികൂടുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് ഈ നാട്ടിലുള്ളവരോട് ചോദിക്കാനുള്ളത്, താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൽ സത്യത്തിൽ CPM ഉണ്ടോ? താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൽ സത്യത്തിൽ DYFI പ്രവർത്തിക്കുന്നുണ്ടോ? ഇത്രയും ദിവസത്തിനിടയിൽ CPM-ന്റെ അവിടെയുള്ള അവരുടെ ആണികളുടെ കണ്ണിൽ കേവലം ഒരു പൊടിയിടുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ മുമ്പിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക എന്നതിൽ കവിഞ്ഞുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നീക്കം ചെയ്യാൻ ഈ നാട്ടിലുള്ള പ്രതിപക്ഷമായ CPM-ന് ഇതുവരെയും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തായക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഇവിടെയുള്ള CPM-കാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെയുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് CPM ആണ്. ഈ നാട്ടിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് CPM ആണ്. ഈ നാട്ടിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് CPM ആണ്. ഈ കരിങ്കലത്താണി അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്, നിങ്ങളാണ് തായക്കോട് പഞ്ചായത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ നിമിഷം വരെ, ഇന്നത്തെ ഈ നിമിഷം വരെ ഞങ്ങളുടെ പഞ്ചായത്തില് UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇതുപോലൊരു മരം കൊള്ള നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറിയ പരാതിയെങ്കിലും കൊടുക്കാൻ ഈ നാട്ടിലുള്ള CPM തയ്യാറായിട്ടുണ്ടോ? ഈ നാട്ടിലുള്ള നാട്ടിലുള്ള DFI-ക്കാര് തയ്യാറായിട്ടുണ്ടോ? ഈ നമ്മൾ പരാമർശിക്കപ്പെട്ട 17-ാം വാർഡ് മെമ്പർ തയ്യാറായിട്ടുണ്ടോ? നമുക്കറിയാം, ഈ സംഭവം അറിഞ്ഞ ഉടനെ, ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ 16-ാം വാർഡിന്റെ മെമ്പർ പഞ്ചായത്തിലേക്ക് പരാതി നൽകുന്നു. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്തിലേക്ക് പരാതി നൽകുന്നു. മാത്രമല്ല, UDF-ന്റെ ഘടകകക്ഷികൾ മുഴുവനും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ, അവർക്ക് മുഴുവനും നമ്മൾ പരാതി നൽകുകയാണ്, പഞ്ചായത്തിലേക്ക് പരാതി നൽകുകയാണ്. നമ്മുടെ ആവശ്യം യഥാർത്ഥ പ്രതികളെ പിടികൂടുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ചെറിയ പരാതി പോലും നൽകാൻ CPM-ന് സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് കൃത്യമായി അറിയാം, ഇതിന്റെ പിന്നിലുള്ളത് ഞങ്ങളുടെ 17-ാം വാർഡിന്റെ, ഇടതുപക്ഷത്തിന്റെ 17-ാം വാർഡിന്റെ മെമ്പറാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. പിന്നെ എന്തിനാണ് സമരം നടത്തിയത്? തങ്ങളുടെ ആളുകളെ പിടിച്ചു നിർത്താനുള്ള ഒരു നാടകമായിരുന്നുവെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഐക്യജനാധിപത്യ മുന്നണിയുടെ പടയാളികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാടകം ഞങ്ങൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, ഇവിടെ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് എന്താണ്? അദ്ദേഹത്തിന് നമ്മുടെ MLA രാജിവെപ്പിക്കണമെത്രേ. ആരാണിത് പറയുന്നത്? കഴിഞ്ഞ 5 വർഷം പണിച്ചാക്ക് കൊണ്ട് നടന്നിട്ട് KP മുസ്തഫയ്ക്ക് സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ അമ്പരിക്കാട്ടുള്ള UDF-ന്റെ പ്രവർത്തകർ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പറത്തിവിട്ട ഒരപ്പൂപ്പന്താടിക്ക് സാധിക്കുന്നുവെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, ഇവിടെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ, ഈ സമരവുമായി, ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ ഭീഷണിപ്പെടുത്തി ഇതങ്ങനെ പാലം കടക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ വളരെ ശക്തമായിട്ടാണ്, UDF-ന്റെ മുഴുവൻ ആളുകളും ശക്തമായിട്ടാണ് ഇവിടെ ആ സ്ഥലമൊന്ന് സന്ദർശിക്കാൻ CPM-കാരൻ തയ്യാറായിട്ടില്ല. ആ സ്ഥലത്തേക്കൊന്ന് ചെല്ലാൻ 17-ാം വാർഡിന്റെ മെമ്പർ തയ്യാറായിട്ടില്ല. ഞാൻ എന്റെ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞു. മരച്ചില്ല വെട്ടാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതെന്റെ വലിയ ഭാഗ്യം. എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് മാത്രമാണ് ഞാൻ ചെയ്തതെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ചാനലിന് അദ്ദേഹം അഭിമുഖം നൽകിയത് അങ്ങനെയാണ്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ
ആ മരച്ചില്ല വെട്ടിയതിന് ശേഷം അവിടെ ആ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവിടെ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്റെ വാർഡിലാണെന്ന് പറഞ്ഞ് ഒരു ചെറിയ പരാതിയെങ്കിലും കൊടുക്കാൻ ഇവിടെയുള്ള 17ാം വാർഡ് മെമ്പർക്ക് നട്ടലുണ്ടോ എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും കാട്ടി ഈ നാട്ടിലെ രാജാവായി ഇവിടെ ഇങ്ങനെ മുങ്ങി നടക്കാമെന്ന് ഒരാൾ വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതിശക്തമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നിയമപാലകരോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നേരത്തെയും ഇതേ മെമ്പർ ഇതേ പ്രവൃത്തി ചെയ്തുവെന്നും അപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് പിടികൂടിയെന്നും ഈ നാട്ടുകാർക്ക് ഇപ്പോൾ വെളിവായിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അന്വേഷണം തുടങ്ങേണ്ടത് ഈ ജൂൺ മാസത്തിൽ നടന്ന ഈ മെയ് മാസത്തിൽ നടന്ന മരംകൊള്ളയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് വല്ല മരവും പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണം അന്വേഷണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള 17ാം വാർഡ് മെമ്പർ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമ്പോൾ ആ സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളാണ്. ഞാൻ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാനൊന്ന് കയറി നോക്കി. മരം കൊള്ള തന്റെ വാർഡിൽ നടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ആ വാർഡ് മെമ്പർക്കുണ്ടോ? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കുറിപ്പെങ്കിലും ഒരു ചെറിയ പോസ്റ്റെങ്കിലും അദ്ദേഹത്തിന് ഇടാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ എല്ലാം വ്യക്തമാക്കുന്നത് കള്ളനെ കരിങ്കലത്താണിയിലൂടെ വിലസ് നടക്കുന്നുണ്ട്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ CCTV ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം, CCTV ആയി ഇവിടെയുള്ള പ്രവർത്തകർ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഒരു പ്രതികളും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരത്തെ നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഞങ്ങളുടെ ഒരു തുടക്കമാണ്. ഞങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഈ വിഷയം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശദീകരണ യോഗം. നിങ്ങളൊരു കേവലം മാർച്ച് നടത്തി അത് പിരിഞ്ഞുപോയി പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്തതുപോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇതിനു ശേഷം ഇനി ഇതിലേക്ക് ശ്രദ്ധിക്കാതെ ഞങ്ങളുടെ പണിയുമായി ഞങ്ങൾ പോകുമെന്ന് ഒരാൾ വിചാരിക്കേണ്ട. ഓരോ ദിവസവും ഇതിന്റെ അവസാനം വരെ എത്തുന്നത് വരെ ഈ സമരവുമായി ഈ പ്രവർത്തനവുമായി ഞങ്ങൾ പിറകെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.